കാൽവരി മലയുടെ സ്മരണയുമായി ദേവാലയമണി മുഴങ്ങി. കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരിനാളങ്ങൾ തിളങ്ങി. കാൽവരി മലയുടെ സ്മരണയുമായി ദേവാലയമണി മുഴങ്ങി. കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരിനാളങ്ങൾ തിളങ്ങി. അണയുക ജനമേ, വചനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. അണയുക ജനമേ, വചനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. നിൻ തിരുമുറിവിൽ നിന്നൊഴുകി വരും തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. തിരുമുറിവിൽ നിന്നൊഴുകി വരും തിരുച്ചോരയിൽ എന്നെ കഴുകണമേ. നിന്മരക്കുരിശിൽ ചാരയി ഞാനും നിന്നിഴൽ തേടിയണഞ്ഞിടുന്നു. നിന്മരക്കുരിശിൽ ചാരയി ഞാനും നിന്നിഴൽ തേടിയണഞ്ഞിടുന്നു. അണയുക ജനമേ, വചനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. അണയുക ജനമേ, വചനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, പെസഹ കാലത്തിലെ 6ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. ഇന്ന് നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 17-ാം തിരുവചനം ഈശോ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു: നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോനാഥൻ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ കൽപ്പനയാണ് ഇന്നേ ദിനം നമുക്ക് നൽകുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോ നമ്മെ സ്നേഹിച്ചത് എങ്ങനെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തൻ്റെ ജീവൻ നൽകി അവിടുന്ന് നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് ഇപ്പോഴും ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ നമ്മളും നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുവാനും പരസ്പരം അന്യോന്യം സ്നേഹിച്ച് ക്രിസ്തുവിൽ ഒന്നായി തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഈ ബലിയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ദിവരഹസ്യങ്ങൾ തക്കതായ ഒരുക്കത്തോടുകൂടെ കൊണ്ടാടുന്നതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും
എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനെ. സർവ്വശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നേടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവും യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, തൃത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ
പിതാവായ ദൈവമേ, ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ മഹിമയ്ക്കായി ഞങ്ങൾ അനുഷ്ഠിക്കുന്ന സന്തോഷത്തിൻ്റെ ഈ ദിനങ്ങൾ ഭക്തിതീഷ്ണതയോടെ ആഘോഷിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അതിൻ്റെ സ്മരണയാൽ ഞങ്ങൾ ആചരിക്കുന്നത് ഞങ്ങളുടെ പ്രവൃത്തിയിൽ എപ്പോഴും നിഴലിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. പെസഹകാലം 6-ാം ഞായർ 1-ാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് പത്രോസ് അകത്ത് പ്രവേശിച്ചപ്പോൾ കൊർന്നേലിയോസ് അവനെ സ്വീകരിച്ച് കാൽക്കൽ വീണ് നമസ്കരിച്ചു. എഴുന്നേൽക്കുക, ഞാനും ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവനെ എഴുന്നേൽപ്പിച്ചു. പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി. സത്യമായും ദൈവത്തിന് പക്ഷാപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോടുകൂടെ വന്നിരുന്ന പരിചയതരായ വിശ്വാസികൾ വിസ്മയിച്ചു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നമ്മളെപ്പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഇവർക്ക് ജ്ഞാനസ്നാന ജലം നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് സ്നാനം നൽകാൻ അവൻ കൽപ്പിച്ചു. കുറേ ദിവസം തങ്ങളോടുകൂടെ താമസിക്കണമെന്ന് അവർ അവനോട് അഭ്യർത്ഥിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. അവിടുന്ന് തന്റെ നീതി ജനങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തി. അവിടുന്ന് തന്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും അത്ഭുത ഭുജവും വിജയം നേടിയിരിക്കുന്നു. അവിടുന്ന് തന്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. കർത്താവ് തന്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തന്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തന്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. അവിടുന്ന് തന്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുന്ന് തന്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. രണ്ടാം വായന. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന് 4-ാം അധ്യായം 7 മുതൽ 10 വരെ വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്നു ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവം സ്നേഹമാണ്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം അനുസരിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനോടുകൂടെ വാസമുറപ്പിക്കുകയും ചെയ്യും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 17-ാം തിരുവചനം. ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ നാം പങ്കുചേരുമ്പോൾ കർത്താവ് നമുക്ക് നൽകിയ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ പതിയട്ടെ. ഈയിടെ ഒരു സംഭവം ഉണ്ടായി. വാഹനം ഓടിച്ചപ്പോൾ ടോള് കൊടുക്കുന്ന സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോൾ ഈ പണം പിരിപ്പിക്കുന്ന ആൾ പറഞ്ഞു, സാറിൻ്റെ വാഹനത്തിൻ്റെ ടോളല്ല തരേണ്ടത്, സാറിൻ്റെ വാഹനത്തിൻ്റെ പുറകെ വരുന്ന ആളുടെ വാഹനത്തിൻ്റെ ടോള് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു കാരണം. അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, സാറിൻ്റെ മുൻപേ പോയ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ സാറിൻ്റെയും ടോള് നൽകിയിട്ടുണ്ട്, തൻ്റെ വാഹനത്തിൻ്റെ പൈസ നൽകിയിട്ടുണ്ട്. പുറകെ വരുന്ന വാഹനത്തിൻ്റെ പൈസ തന്നാൽ നല്ലത്. അങ്ങനെ പൈസ
കൊടുത്തു, പുറകെ വരുന്ന വാഹനത്തിൻ്റെ പൈസ കൊടുത്തു. ഇത് വളരെ അത്ഭുതകരമായി തോന്നി. ഇന്ന് നമ്മുടെ നാട്ടിൽ സംഭവിക്കാത്തൊരു കാര്യം. അങ്ങനെ പിന്നാലെ വരുന്നവർ ഈ പ്രവൃത്തി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുടരുന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീടാണ് അത് മനസ്സിലായത്, മുമ്പിലുണ്ടായിരുന്ന വാഹനത്തിൻ്റെ ആള് ചെയ്ത ഒരു നന്മ പ്രവൃത്തിയാണ്. അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ ടോളും പിന്നാലെ വരുന്ന എൻ്റെ വാഹനത്തിൻ്റെ ടോളും നൽകി. ഇതാണ് അദ്ദേഹം ചെയ്ത പ്രവൃത്തി. ഒരു ചെറിയ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ് അവിടെ വലിയ സ്നേഹമായി മാറിയത്. ഈശോ ഇന്ന് നൽകിയ വചനവും ഒക്കെ ബന്ധിച്ചു നോക്കുമ്പോൾ വളരെ അർത്ഥവത്തായ ഒരു പ്രവൃത്തി. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന ചെറിയ സൽപ്രവൃത്തികൾ പോലും ലോകത്തെ കൂടുതൽ സുന്ദരമാക്കും. ഇതാണ് ഈശോ ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം. നമ്മൾ ചെയ്യുന്ന ചെറിയ സൽപ്രവൃത്തികൾ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനെ പ്രതി നാം ചെയ്യുന്ന ചെറിയ സൽപ്രവൃത്തികൾ പോലും ഈ ലോകം മുഴുവൻ കൂടുതൽ സുന്ദരമാക്കും. നമ്മുടെ റോഡുകളിൽ പലപ്പോഴും കാണുന്ന മറ്റൊരു സംഗതിയാണ് ഈ സ്നേഹത്തിനെതിരായ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നതിന് എതിരായിട്ടുള്ളൊരു പ്രവൃത്തി നമുക്ക് കാണാൻ സാധിക്കും. ഈ വേസ്റ്റൊക്കെ ഇങ്ങനെ കാറിൽ നിന്ന് കാറിൽ കൊണ്ടുപോയിട്ട് ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ ഇങ്ങനെ നിക്ഷേപിക്കും. പിന്നീട് നാം ആ വഴിയിലൂടെ വന്നാൽ ഒന്നല്ല രണ്ടല്ല ആയിരക്കണക്കിന് വേസ്റ്റുകൾ ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇതും ദുഃഖകരമായ കാഴ്ചയാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നതിൻ്റെ എതിരായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ഇതിന്ന് എവിടെ ചെന്ന് നോക്കിയാലും ആരും പോരുമില്ലാത്ത റോഡുകളിൽ കാണാൻ പറ്റുന്ന സംഗതിയാണ്. പരസ്പരം സ്നേഹിക്കുന്നതിനെതിരായിട്ടുള്ള പ്രവൃത്തികൾ ഇന്ന് ലോകത്ത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്, തിങ്ങിക്കൂടുകയാണ്. തിന്മയുടെ ശക്തികൾ കൂടി വരികയാണ്. പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ സന്തോഷം മാത്രം, നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷം മാത്രം, എൻ്റെ വീടിൻ്റെ സന്തോഷം മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഈ വചനം, യേശുവിൻ്റെ വചനം കൊടുക്കേണ്ടത്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. മറ്റൊരുവൻ്റെ പാദങ്ങളോളം എത്തുന്നതായിരുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം. ക്രിസ്തു ശിഷ്യൻ്റെ പാദങ്ങൾ കഴുകുവാൻ ക്രിസ്തു തയ്യാറാകുന്നു. നമ്മുടെയൊക്കെ പാരമ്പര്യങ്ങളിൽ മുതിർന്നവരുടെയും ആദരണീയരായ വ്യക്തികളുടെയും ആത്മീയ ഗുരുക്കന്മാരുടെയും പാദങ്ങൾ സ്പർശിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഭാരതീയ സംസ്കാരത്തിൽ ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും ആദരണീയരുടെയും ഒക്കെ മുമ്പിൽ എന്തെങ്കിലും പുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സത്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുവാൻ ആരംഭിക്കുന്നതിന് മുമ്പ് അവരുടെ പാദങ്ങൾ നമസ്കരിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. എന്നാൽ വലുപ്പ ചെറുപ്പമില്ലാതെ തൻ്റെ ശിഷ്യരുടെ പാദങ്ങളിൽ സ്പർശിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. എല്ലാ സ്നേഹവും ഓർമ്മകളാണ്. മറ്റൊരുവൻ്റെ വലിയ മനസ്സാണ് നാം അനുഭവിക്കുന്ന സ്നേഹം. ഓർക്കുക, മറ്റുള്ളവരുടെ വലിയ മനസ്സാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്നേഹം. ക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ചു. ഇന്നും നമുക്ക് വേണ്ടി അവിടുന്ന് ജീവിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ ഔദാര്യമാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കി പരസ്പരം സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുവാൻ നമുക്കും അനുഗ്രഹം നൽകണമേ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് വിശ്വാസം പ്രഖ്യാപിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി
പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടയ്ക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവിതാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച അവിടുന്ന് നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുമാറാകട്ടെ. നല്ല ഇടയൻ ഭരമേൽപ്പിച്ച അജഗണത്തെ നമ്മുടെ ആത്മാക്കളുടെ അജപാലകർ കരുതലോടെ നയിക്കുന്നതിന് പ്രാപ്തരാകുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുനാഥൻ പ്രദാനം ചെയ്ത സമാധാനം ലോകം മുഴുവനും പരിപൂർണമായി അനുഭവിക്കുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്ലേശിതരായ നമ്മുടെ സഹോദരർ സ്വന്തം വേദനകൾ ആർക്കും തങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയാത്ത സന്തോഷമാക്കി തീർക്കുന്നതിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ സമൂഹം അതിരറ്റ വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇക്കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ആത്മദാനമായി നൽകാം അപ്പവും വീഞ്ഞും ആശീർവദിച്ചൊരാ കൈകളിൽ നാഥാ ഏകിടുന്നു ഞങ്ങളെ പൂർണ്ണമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി ആത്മദാനമായി നൽകാം അപ്പവും വീഞ്ഞും. പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ബലിവസ്തുക്കളുടെ സമർപ്പണത്തോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളും
അങ്ങേ പക്കലേക്ക് ഉയരട്ടെ. അങ്ങനെ അങ്ങേ മഹാമനസ്കതയാൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേ മഹാകാരുണ്യത്തിൻ്റെ രഹസ്യങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി തീരട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവേശ്വരാ പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ ശരീരത്തിൻ്റെ അർപ്പണം വഴി പുരാതന ബലികൾ കുരിശിൻ്റെ രഹസ്യത്താൽ പൂർത്തീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്കായി തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരേ സമയം പുരോഹിതനും അൾത്താരയും കുഞ്ഞാടുമാണെന്ന് വെളിപ്പെടുത്തിയല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളും അങ്ങേക്ക് സ്തുതി കീർത്തനങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന
ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കരങ്ങൾ കൂപ്പാം. കൂപ്പിയ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ മനുഷ്യരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബത്തിലുള്ളവരെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കളെ, സഹപ്രവർത്തകരെ, അനുദിന ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാ മക്കളുടെയും മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈശോ അരുൾ ചെയ്യുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോയുടെ സ്നേഹം പരസ്പരം കൊടുക്കുവാൻ, എൻ്റെ കൂടെയുള്ള എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുന്നവരെ ആത്മാർത്ഥമായി യേശുവിനെ പോലെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്കും അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. രോഗികളായി കഴിയുന്നവരെ ഓർക്കാം. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിതൻ ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങിനെ ഞങ്ങൾക്ക് ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക്
കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനാ ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലിത്തയോടും വൈദികഗണത്തോടും സന്യസ്തരോടും ദൈവജനത്തോടുമൊത്ത് തിരുസഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച മരണമടഞ്ഞ എല്ലാവരെയും ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തെ ഒന്നായി തീർന്ന മരണമടഞ്ഞ എല്ലാവരെയും അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഞങ്ങളിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവും ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനുമായ ഭാഗ്യപ്പെട്ട ഔസേപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ആലപിക്കാം.
സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാലിലുമായിടേണം. അന്നോ വേണ്ടുന്നു ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിൽ ക്ഷണിതാക്കളായവർ അനുഗ്രഹീത. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി. എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ
അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്താൽ അങ്ങ് ഞങ്ങളെ നിത്യജീവനിലേക്ക് നയിക്കുന്നുവല്ലോ. പെസഹ രഹസ്യത്തിൻ്റെ ഫലങ്ങൾ ഞങ്ങളിൽ വർദ്ധമാനമാക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് രക്ഷാകരമായ ഭോജ്യത്തിൻ്റെ ശക്തി ചൊരിയുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. തൻ്റെ ഏകജാതൻ്റെ ഉദ്ധാനം വഴി വീണ്ടെടുപ്പിൻ്റെയും ദത്തെടുപ്പിൻ്റെയും ദാനം നിങ്ങൾക്ക് നൽകുവാൻ കനിവുണ്ടായ ദൈവം തൻ്റെ കൃപയാൽ ആനന്ദഭരിതരാക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ വീണ്ടെടുപ്പ് വഴി ശാശ്വത സ്വാതന്ത്ര്യത്തിൻ്റെ ദാനം നേടിയ നിങ്ങൾ അവിടുത്തെ മഹാമനസ്കതയാൽ നിത്യാവകാശത്തിൽ പങ്കാളികളായി തീരുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസത്തിലൂടെ ജ്ഞാനസ്നാനത്തിൽ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ നിങ്ങൾ ഇപ്പോൾ സുഹൃത ജീവിതം നയിച്ച് പിതൃരാജ്യമായ സ്വർഗത്തിൽ ഒന്നു ചേരുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിനു നന്ദി.